ഹായ് എവരി വൺ, എല്ലാവരും എന്ത് പറയുന്നു? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അൽഫോൺസ ജോർജ്. ഞാനൊരു ക്ലിനിക്കൽ നഴ്സ് സ്പെഷ്യലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സ്റ്റേജസ് ഓഫ് ഡിമെൻഷ്യയെ പറ്റിയാണ്. പ്രധാനമായും 4 സ്റ്റേജസ് ആണ് ഉള്ളത്. പ്രീ സ്റ്റേജ് ഓഫ് ഡിമെൻഷ്യ, ഏർലി സ്റ്റേജ് ഓഫ് ഡിമെൻഷ്യ, മിഡിൽ സ്റ്റേജ് ഓഫ് ഡിമെൻഷ്യ ആൻഡ് ലേറ്റ് സ്റ്റേജ് ഓഫ് ഡിമെൻഷ്യ. ഇതിൽ പ്രീ സ്റ്റേജ് ഓഫ് ഡിമെൻഷ്യയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു സ്റ്റേജിൽ ഒരു ഫങ്ഷണൽ ഡിസോർഡേഴ്സ് ആ വ്യക്തിയിൽ കാണുന്നില്ല. അവർക്ക് ദൈനംദിന ജീവിതത്തിൽ ഒരു കുഴപ്പവുമില്ലാതെ, ഒരു പ്രോബ്ലംസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ അവരുടെ ഓർമ്മയിലും അവരുടെ മണം തിരിച്ചറിയാനുള്ള കഴിവിലുമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ കാണിക്കാറുണ്ട്. അപ്പോഴും നമ്മൾ ഓർക്കും, എനിക്കിപ്പോൾ ഇടയ്ക്കൊക്കെ ഓർമ്മക്കുറവ്, ചില കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടുപോകാറുണ്ടല്ലോ, മറന്നു പോകാറുണ്ടല്ലോ, എനിക്ക് മണമൊക്കെ തിരിച്ചറിയുന്നതിന് ചിലപ്പോഴൊക്കെ ബുദ്ധിമുട്ട് വരാറുണ്ടല്ലോ, എനിക്ക് ഭാവിയിൽ ഡിമെൻഷ്യ വരാൻ സാധ്യതയുണ്ടോ? അങ്ങനെയല്ല. നമുക്ക് ഓർമ്മക്കുറവ് ഉണ്ടാകാൻ ഒത്തിരി കാരണങ്ങളുണ്ട് അല്ലേ? നമുക്ക് ചില ദിവസം നല്ലപോലെ ഉറക്കം കിട്ടിയില്ലെങ്കിൽ, കുറച്ച് ദിവസം നന്നായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സ്ട്രെസ്സ് വരുമ്പോൾ, അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ്സൊക്കെ വരുമ്പോൾ, ഇല്ലെങ്കിൽ പല മരുന്നുകൾ കഴിക്കുന്നതിൻ്റെ സൈഡ് ഇഫക്റ്റായിട്ട് ചില ബ്രെയിൻ റിലേറ്റഡ് പ്രോബ്ലംസ് കൊണ്ട്, പല ക്രോണിക് ഇൽനെസ്സുകൾ കൊണ്ട് ഒക്കെ നമുക്ക് ഓർമ്മക്കുറവുണ്ടാവാം. അപ്പം അങ്ങനെയുള്ള ഒരു ഓർമ്മക്കുറവല്ല ഞാനിവിടെ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ മണം തിരിച്ചറിയാനുള്ള കഴിവ് കുറയുന്നത്. നമുക്കറിയാം, ഒരു കോൾഡ് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ലോങ് ടേം അലർജിയൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ മണം തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നോസ് റിലേറ്റഡ് സർജറീസ് കഴിയുമ്പോൾ, അതുപോലെ തന്നെ ബ്രെയിൻ റിലേറ്റഡ് ഡിസീസൊക്കെ ഉള്ളവർക്ക്, അങ്ങനെ പല മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസൊക്കെ കാരണം മണം പിന്നെ തിരിച്ചറിയുന്ന കഴിവ് കുറയാറുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവുന്ന ഒരു പ്രോബ്ലമല്ല ഞാനിവിടെ ഉദ്ദേശിച്ചത്. ഇനിയും നമുക്ക് ഏർലി സ്റ്റേജ് ഓഫ് ഡിമെൻഷ്യയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു സ്റ്റേജിൽ ആളുകൾക്ക് കൂടുതലായിട്ട് ഓർമ്മക്കുറവുണ്ടാവുകയും, അതുപോലെ തന്നെ അവരുടെ ഫിനാൻസ് മാനേജ്മെൻറ്റിനൊക്കെ ഒരു ഇമ്പയർമെൻറ്റ് സംഭവിക്കുന്നു. അതായത് അവർ പിന്നെ അവരുടെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. അതുപോലെ തന്നെ അവർ ഇപ്പോൾ ഒരു ലോങ് ടേം മെഡിക്കേഷൻസ് ഒക്കെ എടുക്കുന്ന ആളുകളാണ്, സ്ഥിരമായിട്ട് എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്ന ആളുകളാണെങ്കിൽ അതൊക്കെ റെഗുലറായിട്ട് എടുക്കാൻ മറന്നു പോകുന്നു. അങ്ങനെ മറന്നു പോകുന്ന എപ്പിസോഡ്സിൻ്റെ ഫ്രീക്വൻസി കൂടുന്നു. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഈ സ്റ്റേജിൽ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ അവർ ഡിസോറിയൻറ്റേറ്റഡ് ആവുന്നു. അതായത് അവർ വീട്ടിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരാനുള്ള വഴികൾ അവർ മറന്നു പോകുന്നു. 2 വഴി കാണുവാണെങ്കിൽ ഏത് വഴി പോയാലാണ് ഇന്ന സ്ഥലത്തെത്തുന്നത് എന്നൊക്കെ അവർ മറന്നു പോകുന്നു. അതുപോലെ വർഷം ഏതാണ്, ദിവസം ഏതാണ്, പിന്നെ സമയം ഏതാണ് എന്നൊക്കെയുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ലായ്മ അവർക്ക് അനുഭവപ്പെടുന്നു. പിന്നെ ഉള്ളതാണ് മിസ്പ്ലേസ് തിങ്സ്. അതായത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനങ്ങൾ എടുത്ത് വേറെ സ്ഥലത്ത് കൊണ്ട് വെക്കുന്നു. അതുപോലെ ചെരുപ്പൊക്കെ എടുത്ത് ഏതെങ്കിലും ബാഗിലൊക്കെ വെക്കുന്നു. നമ്മൾ തന്മാത്ര എന്ന മൂവിയിൽ കണ്ടില്ലേ, നമ്മുടെ മോഹൻലാലിൻ്റെ കഥാപാത്രം ഫയലൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുന്നത്. അപ്പം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവരിൽ നിന്നുണ്ടാകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് മിഡിൽ സ്റ്റേജ് ഓഫ് ഡിമെൻഷ്യയിൽ സംഭവിക്കുന്നത്. പിന്നെ ഉണ്ടാകുന്നതാണ് ഇതാണ് ഏർലി സ്റ്റേജ് ഓഫ് ഡിമെൻഷ്യയിൽ ഉണ്ടാകുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് മിഡിൽ സ്റ്റേജ് ഓഫ് ഡിമെൻഷ്യയിൽ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത് നോക്കാം. ഈ ഒരു അവസ്ഥയിൽ അവരിലുണ്ടാകുന്ന ന്യൂ ഇൻഫർമേഷൻസ് ഒന്നും അവരുടെ ബ്രെയിനിൽ റീറ്റെയിൻ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ അവരോട് നമ്മൾ പറയുന്ന ഏതെങ്കിലും മെസ്സേജസ്, കാര്യങ്ങളൊക്കെ അവർ മറന്നു പോകുന്നു. നമ്മൾ ഏതെങ്കിലും ഫങ്ഷൻസിനൊക്കെ അവരെ ഇൻവൈറ്റ് ചെയ്യുവാണെങ്കിൽ ആ ഡേറ്റ് ആകുമ്പോഴേക്കും അവരത് മറന്നു പോകുന്നു. ഇപ്പം നമുക്കറിയാം, നമ്മുടെ തിരക്കുകൾ മൂലവും പല റീസൺ കൊണ്ടും നമ്മൾ ചില കാര്യങ്ങൾ ഓരോരുത്തർ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുമ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. കൂടുതലായിട്ട് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അങ്ങനത്തെ എപ്പിസോഡ്സ് ഉണ്ടാകുന്നു. പിന്നെ മിഡിൽ സ്റ്റേജിൽ ഉണ്ടാകുന്നത് അവർ പല കാര്യങ്ങളിലും ഇറിറ്റേറ്റഡ് ആവുകയും ഒത്തിരി റെസ്റ്റ്ലെസ് ആവുന്നതായിട്ടൊക്കെ കാണുന്നു. പിന്നെയുള്ളത് അവരുടെ പേഴ്സണൽ കെയറിന് അവർക്ക് ഒരു പിന്നെ കുറവ്. അതായത് അവർക്ക് അത് ചെയ്യാനൊക്കെ, കുളിക്കാനും പല്ല് തേക്കാനും ഡ്രസ്സ് ചെയ്യാനും ഒക്കെ ഒരു ബുദ്ധിമുട്ട്, ഏത് ഡ്രസ്സ് ഇടണം എന്നൊക്കെ സെലക്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ അവർ കാണിക്കുന്നതായിട്ട് കാണാം. പിന്നെ ഇതിനകത്ത് ഉള്ളതെന്ന് പറയുന്നത്, അവർ സാധാരണയേക്കാളും കൂടുതൽ പല കാര്യത്തിലും ഒരു അശ്രദ്ധമായ അവസ്ഥയിലിരിക്കുന്നതായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. പിന്നെ ഉള്ളതാണ് ലേറ്റ് സ്റ്റേജ് ഓഫ് ഡിമെൻഷ്യ. ഇതിൽ പ്രധാനമായിട്ടുണ്ടാകുന്ന ഒരു ടൈം
ഷിഫ്റ്റ്. അതായത് അവരുടെ ആ ഒരു പ്രസൻറ്റ് ലൈഫിൽ നിന്നും അവർ ഷിഫ്റ്റ് ചെയ്ത് വേറൊരു ടൈമിലേക്ക് പോവുകയാണ്. അത് അവരവരുടെ പാസ്റ്റിലേക്ക് പോവുകയാണ്. അവരുടെ പ്രസൻറ്റ് ലൈഫ് അല്ലെങ്കിൽ പ്രസൻറ്റ് ലൈഫിനെ പറ്റിയുള്ള ഒരു റിയാലിറ്റി അല്ലെങ്കിൽ പ്രസൻറ്റ് ലൈഫ് അവരുടെ മുന്നിലുണ്ടായിരിക്കില്ല. അവർ എപ്പോഴും അവരുടെ ലൈഫ് ഒരു പാസ്റ്റിനെ പറ്റി ഉള്ളതായിരിക്കും. അതായതാണ് അവരുടെ പാസ്റ്റിലുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലും അവരുടെ ഓർമ്മയിലുള്ളത്. അപ്പം നമ്മൾ പറയാറുണ്ട് ചിലരൊക്കെ വീട് പൂട്ടാതെ ഇറങ്ങിപ്പോവും, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ടിട്ടുണ്ട് എന്നൊക്കെ. അല്ലെങ്കിൽ എൻ്റെ കൊച്ചെന്തിയെ, അവൻ ഉറങ്ങിയോ, ഇല്ലെങ്കിൽ പപ്പ വന്നോ, അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ തോട്ട്സ് മൊത്തവും അവരുടെ പഴയ കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പം അവരിങ്ങനെ പെട്ടെന്ന് ഇറങ്ങി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ വിചാരിക്കുന്നത്, അയ്യോ ഞാൻ 6 o'clockന് മുന്നേ വീട്ടിൽ ചെന്നില്ലെങ്കിൽ എൻ്റെ പേരൻസ് എന്നെ വഴക്ക് പറയും, എനിക്ക് പെട്ടെന്ന് പോകണം, ഇതെൻ്റെ വീടല്ല, എനിക്ക് എൻ്റെ വീട്ടിൽ തിരിച്ചു പോകണം. ഇല്ലെങ്കിൽ വിചാരിക്കും എൻ്റെ മക്കൾ സ്കൂൾ വിട്ട് വരാറായി, അവർക്ക് ടീയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം, അപ്പോൾ എനിക്ക് അവർ വരുന്നതിന് മുന്നേ ചെന്നേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു രീതിയിൽ അവർ പെട്ടെന്ന് ഇറങ്ങി അങ്ങ് പോകും. അതുപോലെ വിചാരിക്കും അവരുടെ കുഞ്ഞെന്തോ അപകടത്തിൽ പെട്ടു, അപ്പം എനിക്ക് പെട്ടെന്ന് ചെന്നിട്ട് അവനെ രക്ഷിക്കണം, ഇല്ലെങ്കിൽ അവൻ വിശന്നിരിക്കുമായിരിക്കും, എനിക്ക് ഫുഡ് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ അവർ പെട്ടെന്ന് പോകാനായിട്ടിരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കും നമ്മൾ പറയുന്നത്, ഇതാണ് നിൻ്റെ വീട്, ദേ അമ്മയുടെ മോൻ ഞാനല്ലേ, ഞാൻ ഇത്രയും വലുതായി, അപ്പോൾ എനിക്കിതേ ഒരു കുഴപ്പവും ഇല്ല, ഞാനിവിടെ ഇപ്പം കുഴപ്പമില്ലാതെയല്ലേ ഇരിക്കുന്നത്, പിന്നെ ഇപ്പം അച്ഛന് ഭക്ഷണം കൊടുക്കണം, അച്ഛൻ വരാറായി എന്ന് പറയുമ്പോൾ നമ്മൾ പറയും, അച്ഛൻ മരിച്ചിട്ട് എത്ര വർഷമായി, അച്ഛൻ മരിച്ചു, അമ്മ അറിഞ്ഞില്ലേ, അമ്മയ്ക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ അവരുടെ മനസ്സിൽ ആ റിയാലിറ്റി, ഇപ്പോഴത്തെ ആ റിയാലിറ്റി ഇല്ല. അവരുടെ മനസ്സിൽ അച്ഛൻ ജീവിച്ചിരിക്കുന്നതും മക്കൾ കുഞ്ഞായിട്ടിരിക്കുന്നതും അവരുടെ പേരൻസുമായിട്ട് ജീവിക്കുന്നതൊക്കെ ഒരു തോട്ട്സാണ് അവരുടെ അടുത്തുള്ളത്. അപ്പം നമ്മളിങ്ങനെ പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അവരെ പോകുന്നതിൽ നിന്ന് റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ അവർ പെട്ടെന്ന് അജിറ്റേറ്റഡ് ആവാനും അഗ്രസീവ് ആകാനും ഒക്കെ തുടങ്ങും. അപ്പം അവരിങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ള കുറേ സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഇനിയും വരുന്ന വീഡിയോകളിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം ടൈം ഷിഫ്റ്റ് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ ലേറ്റ് സ്റ്റേജിൽ. പിന്നെ പയ്യെ ഇവർ അവരുടെ സംസാരം ഒക്കെ കുറയും, കമ്മ്യൂണിക്കേഷനൊക്കെ കുറയും, അവരൊരു നോൺ വെർബൽ സ്റ്റേജിലേക്ക് പോകും. പിന്നെ അവർ പണ്ട് ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ്ലെസ് ആവുകയോ അല്ലെങ്കിൽ അജിറ്റേറ്റഡ് ആവുകയോ ഒക്കെ ചെയ്തിരുന്നവർ കൂടുതൽ ഫ്രീക്വൻ്റായിട്ട് അങ്ങനെയുള്ള അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകും. പിന്നെ അവർക്ക് ആളുകളെയൊക്കെ പൂർണ്ണമായിട്ട് ഇല്ലെങ്കിൽ നേരത്തേക്കാളും അധികമായിട്ട് മനസ്സിലാകാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് പോകും. പിന്നെയുള്ളത് അവരുടെ ചലനശേഷി വളരെ കുറയുന്നതായിട്ട് തോന്നും. അവരുടെ മൊബിലിറ്റിയും ബാലൻസും സ്റ്റഡിനെസ്സും ഒക്കെ ഒത്തിരി കുറയും. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുണ്ടാകുന്നത് ഒരു പുവർ ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഒരു മാൽ ന്യൂട്രീഷൻ്റെ അവസ്ഥയാണ് അവരുടെ ഉണ്ടാകുന്നത്. കാരണം അവർ പ്രോപ്പറായിട്ടുള്ള ഫുഡ് കഴിക്കുന്നില്ല, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നില്ല. അപ്പോൾ അവരിൽ മാൽ ന്യൂട്രീഷൻ സാധ്യതകൾ കൂടുതലാണ്. അതോടൊപ്പം തന്നെ ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ട്, ഒരു സോളോയിങ് ഡിഫിക്കൽറ്റി അവരിലുണ്ടാവുകയും അതുമൂലം ആസ്പിറേറ്റ് ചെയ്യാനും അങ്ങനെ ലങ്സിലേക്കൊക്കെ പോയി ചെസ്റ്റ് ഇൻഫെക്ഷൻസും ന്യൂമോണിയയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് വരുന്നു. അതാണ് ഈ ലേറ്റ് സ്റ്റേജിൽ ഉണ്ടാകുന്നത്. അപ്പം ഈ ഒരു ഏർലി സ്റ്റേജിൽ നിന്ന് മിഡിൽ സ്റ്റേജിലേക്കൊക്കെ പോകാൻ നോർമലായിട്ട് എപ്പോഴും ഒരു 2 to 3 ഇയേഴ്സിലാണ് ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത്. പിന്നെ ഒരു മിഡിൽ സ്റ്റേജിൽ നിന്ന് ലേറ്റ് സ്റ്റേജിലേക്കൊക്കെ ഉള്ള ഒരു പോക്കെന്ന് പറയുന്നത് കുറച്ചുകൂടെ വേഗതയായിരിക്കും. ഒരു 1-2 വർഷത്തിനുള്ളിലൊക്കെ മിഡിൽ സ്റ്റേജിൽ നിന്ന് ലേറ്റ് സ്റ്റേജിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൂടുതലുള്ള തെറാപ്പിയും സ്നേഹത്തോടുള്ള പരിചരണവും അവരുടെ റിയാലിറ്റിയിൽ അവരെ ജീവിക്കാൻ അനുവദിക്കുന്ന സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ ആ പ്രോഗ്രഷൻ കുറയാനായിട്ട് ഡിലേ ചെയ്യിക്കാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ ആയിട്ടും ഡിമെൻഷ്യയെ പറ്റിയുള്ള കൂടുതൽ ഇൻഫർമേഷൻസുമായിട്ടും ഇനിയുള്ളൊരു വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും. അതിനു മുമ്പ് ഞാൻ ഇപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ പറയാം. അതായത് നമ്മുടെ സ്റ്റേജസ് ഓഫ് ഡിമെൻഷ്യ എന്ന് പറയുന്നത് പ്രീ ഡിമെൻഷ്യ സ്റ്റേജ്, ഏർലി സ്റ്റേജ് ഓഫ് ഡിമെൻഷ്യ, മിഡിൽ സ്റ്റേജ് ഓഫ് ഡിമെൻഷ്യ ആൻഡ് ലേറ്റ് സ്റ്റേജ് ഓഫ് ഡിമെൻഷ്യയാണ്. ഇനിയും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.